വോട്ടവകാശം നിഷേധിച്ച സംഭവത്തിൽ ദ ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പിന്തുണയുമായി കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ. ആർ രാജഗോപാലിനെതിരായ നടപടി യുക്തിയില്ലായ്മയാണെന്ന് കോൺഗ്രസ്. രാഷ്ട്രം എന്ന മേൽവിലാസം ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് കോൺഗ്രസ് എം പി വിവേക് തൻഖ ചോദിക്കുന്നു. ഞെട്ടിക്കുന്ന നടപടി എന്നായിരുന്നു തൃണമൂൽ എം പി സാഗരിക ഘോഷിന്റെ പ്രതികരണം. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, ഈ SIR നടപടികൾ പൂർത്തിയായപ്പോഴാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും രാജഗോപാലിന്റെ പേര് ഇല്ല എന്നുള്ളത് വന്നത്. അതിന് പിന്നാലെ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുകയും ചെയ്തു. പാസ്പോർട്ട് അടക്കം ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിലിപ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്? വളരെ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രാജഗോപാലിനെ മുൻ ടെലിഗ്രാഫ് എഡിറ്റർ രാജഗോപാലിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. കോൺഗ്രസും അതുപോലെ CPM-ഉം അതുപോലെ തൃണമൂൽ കോൺഗ്രസും ശക്തമായ ഭാഷയിൽ തന്നെ ഈ നടപടിക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാന കാരണം SIR പേരില്ലാത്തത് കൊണ്ട് പാസ്പോർട്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പോലീസ് വെരിഫിക്കേഷൻ ചെയ്യാൻ ബംഗാൾ പോലീസ് തയ്യാറായില്ല, അതുകൊണ്ടാണ് പാസ്പോർട്ട് നടപടികൾ തടസ്സപ്പെട്ടത് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, രാജഗോപാലിനെ പോലെ രാജഗോപാലിന്റെ പിതാവുമാവട്ടെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ്. ഇത്തരമൊരു വ്യക്തിയെ പൗരത്വനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തിയില്ല എന്ന് തന്നെ ബോധപൂർവമായ ശ്രമം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPM-ആവട്ടെ ഒരു കടന്നുകൂടി പറയുന്നു, രാജഗോപാലിനെ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് രാജഗോപാൽ എന്നതാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം, ബംഗാൾ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. തൃണമൂലും വളരെ ശക്തമായി തന്നെ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വലിയൊരു വിവാദമായി ഇത് മാറിക്കഴിഞ്ഞു. സ്വാതി. ശരി ശരത് ലാൽ. എന്തായാലും ഈ രാജഗോപാൽ, ടെലഗ്രാഫ് മുൻ എഡിറ്റർ രാജഗോപാലിന്റെ പേരാണ് SIR-ൽ ഇല്ലാതായതും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും അദ്ദേഹത്തിന് പാസ്പോർട്ട് അടക്കം നിഷേധിക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തത്. അതിലാണിപ്പോൾ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആർ രാജഗോപാലിനെതിരായ നടപടി യുക്തിയില്ലായ്മയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. രാഷ്ട്രം എന്ന മേൽവിലാസം ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് കോൺഗ്രസ് MP വിവേക് തൻഖയും ചോദിച്ചു. ഞെട്ടിക്കുന്ന നടപടിയെന്നായിരുന്നു തൃണമൂൽ MP സാഗരിക ഘോഷിന്റെ പ്രതികരണം.